ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിയുടെ ക്ലാസ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യം മുതൽ നമ്മൾ ഓരോ ടോപ്പിക്കായിട്ട് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു വരികയാണ്. നിങ്ങൾ നേരത്തെയുള്ള വീഡിയോ ക്ലാസ്സുകളെല്ലാം കണ്ടിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്നായി പഠിച്ചു വരിക. അതിൻ്റെ തുടർച്ചയായി ഈ ക്ലാസ്സും കാണണം എന്ന് ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുകയാണ്. ഫിയർ ഓഫ് ഫെയില്യുവർ, ഇത് നമ്മുടെ വല്ലാത്തൊരു പ്രശ്നമാണ്. പരാജയഭീതി എപ്പോഴും നമ്മുടെ മനസ്സിനെ കീഴടക്കുന്ന ഒരു വല്ലാത്ത വികാരമാണ് ഈ ഫിയർ ഓഫ് ഫെയില്യുവർ. ഒരു എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യ ഭയം അല്ലെങ്കിൽ ആത്യന്തികമായ ഭയം പരാജയപ്പെടുമോ എന്നാണ്. സുഹൃത്തുക്കളെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഭാവിയെക്കുറിച്ച് പ്രവചിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. നമ്മൾ ത്രികാലജ്ഞാനികളൊന്നും അല്ലല്ലോ. അപ്പോൾ ഭാവി അനിശ്ചിതമാണ്. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമ്മൾക്കറിയില്ല. പിന്നെ എന്തിന് നമ്മൾ പരാജയപ്പെടും എന്ന് ചിന്തിക്കണം? മറിച്ച് ചിന്തിക്കൂ, വിജയിക്കും എന്ന് തന്നെ ചിന്തിക്കുക. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളോടുകൂടി മുന്നോട്ട് പോവുക. മരക്കൊമ്പിലിരിക്കുന്ന ഒരു പക്ഷിക്ക് ആ കൊമ്പൊടിഞ്ഞു വീഴും എന്ന് ഒരു ഭയം തോന്നാറേ ഇല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? ആ മരക്കൊമ്പിനേക്കാളും അതിന് വിശ്വാസം അതിൻ്റെ ചിറകുകളെയാണ്. അതുപോലെ സ്വന്തം കഴിവിൽ അടിയുറച്ച് നിങ്ങൾ വിശ്വസിക്കൂ. ഈ ഫിയർ ഓഫ് ഫെയിലുവർ നിങ്ങളെ വിട്ട് പമ്പ കടക്കും. എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന ചിന്തയോടെ, പ്രാർത്ഥനയോടെ, ആശംസയോടെ സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏറെ സ്നേഹത്തോടെ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഞാൻ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, പൗരൻ്റെ അവകാശങ്ങൾ, ഇൻഡിവിജ്വൽ ഫ്രീഡം, വളരെ 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 പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ഏത് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന ടോപ്പിക്ക് തന്നെയാണ്. ഞാൻ അടിവരയിട്ട് തന്നെ ആ വാക്ക് പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലാകും. ഏത് തരം മത്സര പരീക്ഷകളിലും ഒരുപാട് ചോദ്യങ്ങൾ ഇടം പിടിക്കുന്ന ഒരു ഏരിയയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഈ ടോപ്പിക്ക്. അതുകൊണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവ് നിങ്ങളുടെ പരീക്ഷകളുടെ ഉന്നത വിജയത്തിന് അനിവാര്യമാണെന്ന് ആദ്യമേ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കൂടാതെ പരീക്ഷാ വിജയത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ പ്രായോഗിക ജീവിത വിജയത്തിനും ഈ മേഖലയെക്കുറിച്ചുള്ള അറിവ് ഒരുപാട് പ്രയോജനം ചെയ്യും എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുന്നു. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ, പൗരൻ്റെ മൗലികാവകാശങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? വാട്ട് ആർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? ആദ്യം അത് പറയുക. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ്. ജീവിതത്തിൽ പലപ്പോഴും പല ആൾക്കാരോടൊക്കെ തർക്കിക്കുമ്പോഴും വഴക്ക് കൂടുമ്പോഴും ഒക്കെ നമ്മൾ പറയും, ഇതെൻ്റെ മൗലികാവകാശമാണ്. അപ്പോഴവർ ചോദിക്കും, എന്ന് പറഞ്ഞാൽ എന്താണ്? അയ്യോ, അതൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറയേണ്ടി വരരുത്, നാണക്കേടാണ്. അപ്പോൾ ആദ്യം അത് എന്താണെന്ന് പഠിക്കുക. Basic freedoms guaranteed to the individual by the Constitution of India are fundamental rights. Basic freedom that the Constitution guarantees to all citizens. എല്ലാ പൗരന്മാർക്കും ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു നൽകുന്ന അടിസ്ഥാന അവകാശങ്ങൾ അഥവാ സ്വാതന്ത്ര്യങ്ങളാണ് മൗലികാവകാശങ്ങൾ. These rights cannot be suspended by ഗവൺമെൻറ്റിന് അങ്ങനെ എടുത്തു കളയാൻ പറ്റില്ല. പാർലമെൻറ്റിനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ ഏതെങ്കിലും വ്യക്തികൾക്കോ എന്നും നമ്മുടെ ബേസിക് ഫ്രീഡത്തെ നിരോധിക്കാനാകില്ല എന്നുകൂടി ഓർമ്മിച്ചോളുക. അപ്പം നിരോധിക്കാനാകാത്ത പൗരൻ്റെ അവകാശങ്ങളാണ്. അപ്പോൾ റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽ ഫ്രീഡം ഓഫ് സിറ്റിസൺ വിച്ച് കനോട്ട് ബി സസ്പെൻഡഡ്, അതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇനി ചില നിയന്ത്രണങ്ങളൊക്കെ ചില ഘട്ടങ്ങളിൽ വരും, അത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ വാട്ട് ആർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? ബേസിക് ഫ്രീഡംസ് ഗ്യാരണ്ടീഡ് ടു ദി ഇൻഡിവിജ്വൽ ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർ കോൾഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്.
Fundamental rights of Indian citizens are included in the Constitution of India according to the recommendation of which committee report. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇന്ത്യൻ ഭരണഘടനയിൽ ഇടം പിടിച്ചത് ഒരു പ്രധാന കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ കമ്മിറ്റി റിപ്പോർട്ട് ഏതാണെന്ന് ചോദിക്കാം. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് 1928. ആ റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങൾ മുമ്പൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അതായത് ഈ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് ഡ്രാഫ്റ്റഡ് ബൈ എ കമ്മിറ്റി ഹെഡഡ് ബൈ മോത്തിലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവും ആ കമ്മിറ്റിയിലെ സെക്രട്ടറി ആയിരുന്നു. എങ്കിലും മോത്തിലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റിയാണ് നെഹ്റു കമ്മിറ്റി എന്ന് പറയുന്നത്. 1928 നെഹ്റു കമ്മിറ്റി ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് മുമ്പ്, അന്ന് ബ്രിട്ടീഷുകാരാണല്ലോ നമ്മൾ ഭരിക്കുന്നത്, ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് മുമ്പിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് മാത്രമല്ല അതിലെ പ്രതിപാദ്യം എന്ന് പറയുന്നത്. അതിലെ പ്രതിപാദ്യ വിഷയമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫെഡറൽ ഗവൺമെൻറ് ആവശ്യപ്പെട്ടുകൊണ്ട്, ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസ് ആവശ്യപ്പെട്ടുകൊണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആവശ്യപ്പെട്ടുകൊണ്ട്, അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് മുമ്പിൽ 1928 സമർപ്പിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗത്താണ് പൗരന് അനുവദിച്ചു കൊടുക്കേണ്ടുന്ന റൈറ്റ്സിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയപ്പോൾ ഈ റിപ്പോർട്ടിൽ കിടന്ന നമ്മുടെ പൗരൻ്റെ അവകാശങ്ങൾ, ഇന്ന അവകാശങ്ങൾ അനുവദിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഉൾപ്പെടുത്തിയ അവകാശങ്ങളുണ്ടല്ലോ, ആ റൈറ്റ്സിനെ എടുത്ത് നമ്മൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. അതുകൊണ്ടാണ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ഇൻക്ലൂഡഡ് അക്കോർഡിംഗ് ടു ദി നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് ഓഫ് 1928. ആ 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മൾ ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടിരുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ന അവകാശങ്ങൾ നൽകണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന ആ ലിസ്റ്റ് ഓഫ് റൈറ്റ്സിനെ എടുത്ത് നമ്മൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ part of Indian Constitution according to the recommendation of നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഇത് ഉൾപ്പെടുത്തിയത്. ഒന്ന് ഓർത്ത് വെച്ചുകൊള്ളുക, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ബേസിക് ഫ്രീഡംസ് ഗ്യാരണ്ടീഡ് ടു ഇൻഡിവിജ്വൽ ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർ കോൾഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ദീസ് റൈറ്റ്സ് കനോട്ട് ബി സസ്പെൻഡഡ്. ദെൻ these rights are included in the Constitution of India according to Nehru Committee report of 1928. ഇത്രയും ക്ലിയർ ആയല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ് ആർ എന്യൂമറേറ്റഡ് ഇൻ പാർട്ട് ഡാഷ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് പാർട്ടിലാണ്? നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. At present, Indian Constitution consists of 25 parts. Original Constitution consisted of 22 parts. എങ്ങനെ 22 parts 25 ആയി എന്നൊക്കെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ 25 പാർട്സ് ഉള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് പാർട്ടിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? പാർട്ട് 3. ഒരിക്കലും മറക്കരുത്. Part 3 of Indian Constitution deals with the fundamental rights of Indian citizens. Fundamental rights of Indian citizens are enumerated in Part 3 of Indian Constitution, Article 12 to 35. 12 മുതൽ 35 വരെ. ആർട്ടിക്കിൾ 12 to 35 എന്ന് പറയുമ്പം ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഓൾ ദി മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് 12 to 35. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ പഠിക്കും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ക്ലാസിഫൈഡ് അണ്ടർ ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് 14 to 32. പ്യുവറായിട്ട് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ക്ലാസിഫൈ ചെയ്ത് വച്ചിരിക്കുന്നത് 14 to 32 വരെ ഉള്ളൂ. ബാക്കി മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും വരുന്നത് 12 to
35 എന്ന് തന്നെ പറയുക. അപ്പോൾ ആർട്ടിക്കിൾസ് റിലേറ്റിംഗ് ടു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് ആൻസർ, ആർട്ടിക്കിൾ 12 to 35. മറ്റതെന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ പ്യുവർലി ക്ലാസിഫൈഡ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 14 to 32. നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസോടുകൂടി പഠിക്കേണ്ടത് 14 to 32 ആണ്. അതിലേക്ക് ഞാൻ വരാൻ പോവുകയാണ്. അപ്പോൾ തേർഡ് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പ്ലൈൻസ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺസിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ പാർട്ട് തേർഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ കോൾഡ് അസ്, പാർട്ട് തേർഡിനെ 3 രീതിയിൽ നമ്മൾ വിശേഷിപ്പിക്കുകയാണ്. പാർട്ട് തേർഡ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് മീൻസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ് ആർ കോൾഡ് അസ് കീസ്റ്റോൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ കോർണർ സ്റ്റോൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ ആണിക്കല്ല്, പച്ച മലയാളത്തിൽ പറഞ്ഞ. ഒരുപാട് ചോദ്യ പേപ്പറിൽ ഈ ചോദ്യം വന്നിട്ടുണ്ട്. വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് കൺസിഡേർഡ് as കീ സ്റ്റോൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? പാർട്ട് തേർഡ് ഓർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അടുത്തൊരു വിശേഷം നോക്കൂ, ലാംപ്സ് ഓഫ് ലിബർട്ടി, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നതും പാർട്ട് തേർഡാണ്. അപ്പം കീ സ്റ്റോൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ കോർണർ സ്റ്റോൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് തേർഡ്. ദെൻ ലാംപ്സ് ഓഫ് ലിബർട്ടി, വിച്ച് പാർട്ടി ഈസ് കൺസിഡേർഡ് as ലാംപ്സ് ഓഫ് ലിബർട്ടി? പാർട്ട് തേർഡ്. അടുത്തത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മാഗ്ന കാർട്ട. ശ്രദ്ധിക്കുക, ഈ 3 ക്ലാസിഫിക്കേഷൻ, 3 ടേംസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ കോൾഡ് ആസ് കോർണർ സ്റ്റോൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ലാംപ്സ് ഓഫ് ലിബർട്ടി ആൻഡ് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ. ഇത് 3 OMR ചോദ്യങ്ങളാണ്. അതുകൊണ്ട് അത് വളരെ വ്യക്തമായി തന്നെ പഠിക്കുക. അവസാനം പറഞ്ഞത് നോക്കുക, മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ. ഒരു പുതിയ വാക്കാണ്, നിങ്ങൾക്കറിയാം. മാഗ്ന കാർട്ട എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടി ഒന്ന് വ്യക്തമായാൽ പിന്നെ ഇത് നിങ്ങൾക്ക് മറക്കില്ല. നോക്കാം നമുക്ക്. മാഗ്ന കാർട്ട എന്താ? ഈ മാഗ്ന കാർട്ട എന്ന് പറഞ്ഞാൽ, മാഗ്ന കാർട്ട മീൻസ് ഫസ്റ്റ് ഡോക്യുമെന്റ് ഇൻ ദി വേൾഡ് ദാറ്റ് എസ്റ്റാബ്ലിഷ്ഡ് റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ് ഓഫ് സിറ്റിസൺസിന് റൈറ്റ്സ് ആൻഡ് ലിബർട്ടി അനുവദിച്ചു കൊണ്ടുള്ള ലോകത്തിലെ ആദ്യത്തെ ഒരു നിയമരേഖയാണ് മാഗ്ന കാർട്ട. ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ്, ഫസ്റ്റ് ഡോക്യുമെന്റ് ഇൻ ദി വേൾഡ് വിച്ച് എസ്റ്റാബ്ലിഷ്ഡ് റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ് ഓഫ് സിറ്റിസൺസ്. നിങ്ങൾക്കറിയാം, പണ്ട് രാജഭരണകാലത്ത് ആർക്കായിരുന്നു അധികാരം? ജനങ്ങൾക്കല്ല. ജനാധിപത്യം വന്നപ്പോഴാണ് ജനങ്ങൾ അധികാരികളായി മാറിയത്, അല്ലേ? രാജാക്കന്മാർക്ക്. അപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ രാജാവും രാജാവിൻ്റെ ഗവൺമെൻറ്റും, കിങ് ആൻഡ് ഹിസ് ഗവൺമെൻറ്, അതാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിനൊരു മാറ്റം വന്നത് മാഗ്ന കാർട്ടയിലൂടെയാണ്. അപ്പോൾ അത് ഫസ്റ്റ് ഡോക്യുമെന്റ് ഇൻ ദി വേൾഡ് വിച്ച് ഗീവ്സ് റൈറ്റ്സ് ആൻഡ് ലിബർട്ടി ടു സിറ്റിസൺസ് റൈറ്റ്സ് ആൻഡ് ലിബർട്ടി അനുവദിച്ച ആദ്യത്തെ ലോകത്തിലെ ഡോക്യുമെന്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മാഗ്ന കാർട്ട. മാഗ്ന കാർട്ട, ഹൂ സൈൻഡ് ദിസ് ഡോക്യുമെന്റ്? ഈ ഡോക്യുമെന്റ് സൈൻ ചെയ്ത ആരാണ്? ഇത് സൈൻ ചെയ്തത്, it was signed by King John II in 1215, അതായത് 1215 വളരെ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് 1215 ജോൺ സെക്കൻഡ്, കിങ് ഓഫ് ബ്രിട്ടനിലെ, അല്ലെങ്കിൽ ഇറ്റ് വാസ് സൈൻഡ് ബൈ കിങ് ജോൺ സെക്കൻഡ് അറ്റ് റണ്ണീമീഡ് മിഡ്വേ. എന്താണ് മീഡോ എന്ന് പറയുന്നത്? മീഡോ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, മൈതാനം, പുൽത്തകിട് എന്നൊക്കെ പറയും. ഒരു മൈതാനത്ത് വെച്ച്, ബൈ തെംസ് റിവർ, തെംസ് നദിയുടെ തീരത്തുള്ള ഒരു മീഡോ, ഒരു മൈതാനത്ത് വെച്ചാണ് നമ്മുടെ കിങ് ജോൺ സെക്കൻഡ് ഇങ്ങനെ ഒരു റോയൽ ചാർട്ട് സൈൻ ചെയ്യുന്നത്. That was the first document in the world which gives rights and liberties of citizen. അപ്പോൾ ആ ഡോക്യുമെന്റിലൂടെ വ്യക്തമാക്കപ്പെട്ട എന്താണെന്ന് അറിയാമോ? കിങ് ആൻഡ് ഹിസ് ഗവൺമെന്റ് ആർ ബിലോ ദി ലോ. ലോയ്ക്ക് കീഴാണ്, നിയമത്തിന് കീഴിലാണ്
രാജാവും രാജാവിൻ്റെ ഗവൺമെൻറ്റും. അതിനർത്ഥം എന്താണ്? അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ദിസ് ഡോക്യുമെൻ്റ് സ്ട്രെങ്തൻ ദ റൂൾ ഓഫ് ലോ. റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ നിയമവാഴ്ച. അങ്ങനെ നിയമവാഴ്ചയ്ക്ക് കൂടുതൽ ശക്തി പകർന്നുകൊണ്ട് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടൊരു ഡോക്യുമെൻ്റ് ഉണ്ടാകുകയാണ്. പൗരന്മാർക്ക് അവകാശങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതുവരെ ഇല്ലായിരുന്ന അവകാശങ്ങൾ, ജനങ്ങൾക്ക് അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലാദ്യമായി ഉണ്ടാകുന്ന ഒരു രേഖയാണ്, നിയമരേഖയാണ് മാഗ്ന കാർട്ട. അതുകൂടി ഒന്ന് പഠിച്ചു വെച്ചോളൂ. മാഗ്ന കാർട്ട is a document, first document in the world that established rights and liberties for citizens. It was signed by King John II in 1215 at Runnymede Meadow by Thames River. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ നോക്കൂ, ഈ മാഗ്ന കാർട്ട ലോകത്തിലെ ആദ്യത്തെ ഒരു നിയമരേഖ, പൗരന്മാർക്ക് റൈറ്റ്സും ലിബർട്ടീസ് അംഗീകരിച്ചുകൊണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉൾപ്പെടുത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഇന്ത്യയുടെ മാഗ്ന കാർട്ട, മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പൗരന്മാരുടെ അവകാശങ്ങളുടെ പത്രിക. അത്രയേ ഉള്ളൂ, ഓർത്തു വെച്ചുകൊള്ളുക. അപ്പം വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് കൺസിഡേർഡ് ആസ് keystone of constitution, lumps of liberty, magna carta of India. ക്ലിയർ ആയല്ലോ? വ്യക്തമായി ഓർമ്മ വേണം, ഇതെല്ലാം പരീക്ഷകൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. Then the idea of fundamental rights has been taken from the constitution of USA. US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് കിടക്കുന്ന ഒരു പോർഷനുണ്ട്. ബിൽ ഓഫ് റൈറ്റ്സ്, അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് കൊടുക്കുക. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അവകാശങ്ങളുടെ പത്രിക എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, ബിൽ ഓഫ് റൈറ്റ്സ്. ആ ബിൽ ഓഫ് റൈറ്റ്സ് അതാണ് അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതിൽ നിന്ന് ആണ് നമ്മൾ ഐഡിയ എടുത്തത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ എപ്പോഴും പറയുന്നൊരു വാചകമാണ്. കടം കൊണ്ട ഭരണഘടനയാണ്. ഓരോ ആശയങ്ങൾ പഠിക്കുമ്പോൾ അതെവിടെ നിന്ന് കടം വാങ്ങിയെന്ന് പഠിക്കണം. അത് പഠിക്കുമ്പോൾ ആ രാജ്യത്ത് നിന്ന് കടം വാങ്ങിയ മറ്റു കാര്യങ്ങൾ കൂടെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അത് പറയേണ്ടതില്ല. കാരണം ഇത് USA നിന്ന് കടം വാങ്ങിയതാണ്. USA നിന്ന് ബോറോ ചെയ്ത മറ്റു കാര്യങ്ങളൊക്കെ പ്രിയാമ്പിൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്കിലും നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. USA നിന്ന് പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സിസ്റ്റം, ജുഡീഷ്യൽ റിവ്യൂ പവർ, ഇംപീച്ച്മെൻറ്റ്, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് വൈസ് പ്രസിഡൻറ്റ്. ഓൾ ദീസ് ideas are borrowed from US Constitution. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഐഡിയ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഹാസ് ബീൻ ടേക്കൺ ഫ്രം US Constitution. അവിടെയുള്ള ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് എടുത്തത്. ഞാൻ എപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ കടം വാങ്ങി എന്ന് പറഞ്ഞാൽ അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഇവിടെ കൊണ്ട് നടപ്പാക്കിയെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മളൊരു ഐഡിയ എടുക്കുകയേ ഉള്ളൂ, എന്നിട്ട് നമ്മളിവിടെ നമ്മുടെ രീതിക്കനുസരിച്ച് തയ്യാറാക്കും. ഇവിടെ അതിനൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു, എ കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ ചെയർമാനെയാണ് PSCയും UPSCയും പരീക്ഷകളിൽ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സർദാർ വല്ലഭായ് പട്ടേൽ, അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേലാണ് ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. വൈ? ബിക്കോസ് ഹി വാസ് ദി ചെയർമാൻ ഓഫ് ദി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തയ്യാറാക്കാനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ ഇദ്ദേഹമായിരുന്നു. അതുകൊണ്ട് ഹീ ഈസ് കോൾഡ് ആർക്കിടെക്റ്റ് ഓഫ് ഓർ ഫാദർ ഓഫ് ഇന്ത്യൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇന്ത്യൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ പിതാവെന്നോ ശില്പിയെന്നോ നമ്മൾ വിളിക്കും. നമ്മൾ കുറച്ച് ശില്പികളെക്കുറിച്ചൊക്കെ പഠിച്ചു, ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ? ആർക്കിടെക്റ്റ് ഓഫ് പീപ്പിൾസ് പ്ലാനിംഗ് ഇൻ ഇന്ത്യ MN റോയ്, ആർക്കിടെക്റ്റ് ഓഫ് പ്രിയാമ്പിൾ ജവഹർലാൽ നെഹ്റു, ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡോക്ടർ BR അംബേദ്കർ, ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇതൊക്കെ മനസ്സിലുണ്ടാവണേ. ഞാനത് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഓർമ്മിപ്പിച്ച് തന്നെ പോകാം. പഠിച്ച കാര്യങ്ങൾ ചിലത് സാന്ദർഭികമായിട്ട് നിങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് തലയിൽ നിൽക്കും. ഈ ആർക്കിടെക്ട്സ് ഇതുവരെ നമ്മൾ പറഞ്ഞ ആ ശില്പികൾ,
പറഞ്ഞതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഓക്കെ ആണല്ലോ? ദെൻ അപ്പോൾ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ ഫണ്ടമെന്റൽ റൈറ്റ്സ്. വൈ ഹീസ് കോൾഡ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ ഫണ്ടമെന്റൽ റൈറ്റ്സ്? Because he was the chairman of the Committee on Fundamental Rights. സർദാർ വല്ലഭായ് പട്ടേൽ വാസ് ദി ചെയർമാൻ ഓഫ് ദി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്. മാത്രമല്ല ഒരു കാര്യം കൂടെ, അത് ഞാനിതിൽ നോട്ടിൽ ഉൾപ്പെട്ടിട്ടില്ല, നിങ്ങളൊന്ന് കുറിച്ച് വെച്ച് പഠിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി ഇവിടെ ഓർക്കണം. INC session, which INC session passed a resolution regarding fundamental rights of Indian citizen? ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശങ്ങളെക്കുറിച്ച് ഒരു റെസല്യൂഷൻ, പ്രമേയം പാസ്സാക്കിയ INC സമ്മേളനമേത്? The INC session which passed a resolution regarding fundamental rights of Indian citizen. INC session of ഏതാണ്? കറാച്ചി സെഷൻ ഓഫ് 1931. 1931 കറാച്ചി സെഷനാണ് ആദ്യമായിട്ട് മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു റെസല്യൂഷൻ പാസ്സാക്കിയത്. ഹു വാസ് ദി ചെയർമാൻ ഓഫ് സച്ച് സെഷൻ? സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹം തന്നെയായിരുന്നു ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. അപ്പോൾ ഇക്കാരണങ്ങൾ കൊണ്ട് നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നു ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞു ആർക്കിടെക്ട് ഓർ ഫാദർ ഓഫ് ഇന്ത്യൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് സർദാർ വല്ലഭായ് പട്ടേൽ. വൈ? ബിക്കോസ് ഹി വാസ് ദി ചെയർമാൻ ഓഫ് ദി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്. മാത്രമല്ല, എ റെസല്യൂഷൻ വാസ് പാസ്ഡ് an INC session, that was Karachi session of 1931. Who presided over such a session? സർദാർ വല്ലഭായ് പട്ടേൽ. ഒരു ഹിസ്റ്ററിയിലെ ഒരു ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട്, വൺ ആൻഡ് ഓൺലി INC സെഷൻ ഹെഡഡ് ബൈ സർദാർ വല്ലഭായ് പട്ടേൽ, കറാച്ചി സെഷൻ 1931. ഇദ്ദേഹം അധ്യക്ഷത വഹിച്ച ഏക INC സമ്മേളനം ഏതായിരുന്നു? കറാച്ചി സമ്മേളനം. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ച് കൊടുക്കുക. ഇത്രയും ക്ലിയർ ആയല്ലോ? അപ്പം നമ്മൾ ഓരോ പോയിന്റുകൾ പഠിച്ച് പോകുന്നു. നിങ്ങളും എന്നോടൊപ്പം അത് യാത്ര ചെയ്യുന്നു എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ സിസ്റ്റമാറ്റിക് ഇത് വളരെ സിമ്പിളാണോ? ഇത് മാത്രമല്ല, അങ്ങോട്ട് ചെല്ലുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ പഠിക്കുമ്പോൾ വളരെ രസകരമാണ്. കാരണം നമ്മൾക്ക് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു തന്നിരിക്കുന്ന റൈറ്റ്സാണ് ഇത്. ഓൾ സിറ്റിസൺ, എനിക്കും നിങ്ങൾക്കും ഉള്ള അവകാശങ്ങളാണ്. അതറിഞ്ഞുകൂടാതെ ഇരിക്കുമ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് പോകും എന്ന് മാത്രമല്ല, നമ്മൾ എക്സ്പ്ലോയിറ്റഡ് ആകാൻ സാധ്യതയുണ്ട്, ചൂഷണത്തിന് വിധേയമാകും. നമുക്ക് അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ ഇഗ്നറൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ചൂഷണം ചെയ്യാൻ മറ്റു പലർക്കും വളരെ എളുപ്പമായിരിക്കും. പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാൻ നമുക്ക് അവകാശമുണ്ട് എന്നും, അതുപോലെ തന്നെ ഇന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ അവകാശമുണ്ടെന്നും, നമ്മളെ എക്സ്പ്ലോയിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ ചെറുക്കാൻ നമുക്ക് അവകാശമുണ്ടെന്നും ഒക്കെ ഒരറിവ് നമുക്ക് ലഭിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതവും വളരെ സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ പ്രായോഗിക ജീവിതത്തിനും അത്യന്താപേക്ഷിതമായ ഒരു അറിവാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ആമുഖമായി കുറച്ച് കാര്യങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി കുറച്ചുകൂടി ഉള്ളിലേക്ക് നമുക്കൊന്ന് കടക്കാം. നമ്പർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അറ്റ് പ്രസൻറ്റ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ എത്ര മൗലികാവകാശങ്ങളുണ്ട്? At present, Indian constitution consists of 6 fundamental rights, but originally it was 7. Original constitution consisted of 7 fundamental rights. That means one fundamental rights was eliminated from the list of fundamental rights. അതിൽ നിന്ന് ഒരെണ്ണം ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കണമെങ്കിലോ എന്തെങ്കിലും ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കണമെങ്കിലോ, എലിമിനേഷനായാലും അഡീഷനായാലും ഓൾട്ടറേഷനായാലും നിലവിലുള്ളതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലോ, ദാറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്ന എന്താണ്? അമെൻമെൻറ്റ് ആക്ട് മസ്റ്റ് ബി പാസ്ഡ് ഇൻ ദി പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു അമെൻമെൻറ്റ് ആക്ട് പാസ്സാക്കിക്കൊണ്ട്, ഭേദഗതി നിയമം പാസ്സാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ? ഏത് കാര്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്താനോ, ഏതെങ്കിലും വ്യവസ്ഥകൾ ഉൾപ്പെടുത്താനോ, ഏതെങ്കിലും വ്യവസ്ഥകൾ ഒഴിവാക്കാനോ, ഏതെങ്കിലും വ്യവസ്ഥകളിൽ ഓൾട്ടറേഷൻ വരുത്താനോ, മാറ്റം വരുത്താൻ നമുക്ക് കഴിയണമെങ്കിൽ
ഒരു അമെൻമെൻറ്റ് ആക്ട് പാസ്സാക്കിയിരിക്കണം. അതിനാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്നൊക്കെ പഠിക്കുന്നത്. വലിയ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അമെൻമെൻറ്റ്. നമുക്ക് വിശദമായി പഠിക്കാം. അമെൻമെൻറ്റ് പ്രൊസീജിയറൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ആ നടപടിക്രമങ്ങളും നമ്മൾ അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ ഏതാണ്ട് 100-108 ഭേദഗതികളായി ഇപ്പോൾ അതെല്ലാം അതിലെ പ്രധാനപ്പെട്ട അമെൻമെൻറ്റുകളൊക്കെ പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്. അതൊരു പ്രത്യേക ടോപ്പിക്കായിട്ട് 2-3 ക്ലാസ്സുകളായിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പോട്ടെ, അപ്പം നമുക്കിവിടെ പറഞ്ഞത് തുടരാം. അറ്റ് പ്രസൻറ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൺസിസ്റ്റ് ഓഫ് 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ബട്ട് ഒറിജിനലി ഇറ്റ് വാസ് 7 എന്ന് പറഞ്ഞു. അതിനർത്ഥം എന്താണ്? 1 ഫണ്ടമെൻ്റൽ റൈറ്റ് വാസ് എലിമിനേറ്റഡ് ഫ്രം ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു. അപ്പോൾ അവിടെ മുതൽ തുടങ്ങാം. നോക്കൂ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വിച്ച് വാസ് എലിമിനേറ്റഡ് ഫ്രം ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് തന്നെ നിങ്ങൾ പറയണം. റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്തവകാശം. ദാറ്റ് മീൻസ് റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബിഫോർ 1978. But after 1978 it is not a fundamental right. ഏത്? റൈറ്റ് ടു പ്രോപ്പർട്ടി. അതെന്താണെന്ന് പറയാം. അതിനു മുമ്പ് അത് ഒഴിവാക്കണമെങ്കിൽ ഒരു ഭേദഗതി വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരും. റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് എലിമിനേറ്റഡ് ഫ്രം ദി ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അണ്ടർ വിച്ച് അമെൻമെൻറ്റ് ആക്ട്. ഇത് UPSCയുടെയും PSCയുടെയും ഒക്കെ ഒരു സ്റ്റോക്ക് ക്വസ്റ്റ്യനാണ്. നിങ്ങൾ പ്രീവിയസ് ചോദ്യപേപ്പറുകൾ പരിശോധിച്ചാൽ, ഒരു 8-10 ചോദ്യപേപ്പറുകൾ പരിശോധിച്ചാൽ അതിൽ ഒരു 2-3 ചോദ്യപേപ്പറിലെങ്കിലും തീർച്ചയായിട്ടും ഇത് കാണാതിരിക്കില്ല. റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് എലിമിനേറ്റഡ് ഫ്രം ദി ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബൈ വിച്ച് അമെൻമെൻറ്റ് ആക്ട്? 44th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1978. 1978 44ാം ഭേദഗതിയിലൂടെയാണ് മൗലികാവകാശങ്ങളിൽ നിന്ന് ഒരെണ്ണം ഒഴിവാക്കിയത്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വിച്ച് വാസ് എലിമിനേറ്റഡ് ഫ്രം ദി കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ് ടു പ്രോപ്പർട്ടി. റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് എലിമിനേറ്റഡ് ഫ്രം ദി കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ വിച്ച് അമെൻമെൻറ്റ് ആക്ട്? 44th അമെൻമെൻറ്റ് ആക്ട്. 44th അമെൻമെൻറ്റ് ആക്ട് വാസ് പാസ്ഡ് ഇൻ വിച്ച് ഇയർ? 1978. പലർക്കും പറ്റുന്നൊരു അബദ്ധമുണ്ട് കേട്ടോ. ഈ അമെൻമെൻറ്റ് മാത്രമേ പഠിക്കുകയുള്ളൂ, ഇയർ പഠിക്കൂല. നിങ്ങൾ ചൊല്ലുമ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നത് എന്തായിരിക്കും? റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് എലിമിനേറ്റഡ് ഫ്രം ദി ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ വിച്ച് ഇയർ എന്നായിരിക്കും. നമ്മൾ 44th അമെൻമെൻ്റ് അത് മാത്രം പഠിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏത് അമെൻമെൻറ്റ് ആക്ട് പഠിക്കുമ്പോഴും ഇയർ കൂടി അറ്റാച്ച് ചെയ്ത് തന്നെ പഠിക്കണം. നിങ്ങൾ വെറുതെ കൂട്ടുകാരോട് ഇപ്പം കമ്പൈൻ സ്റ്റഡിയൊക്കെ നടത്തുമ്പം വെറുതെ പറയുമ്പോഴും 44th അമെൻമെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞ് നിർത്തരുത്. 44th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1978, 42nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1972, 61st അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1989, 52nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1985. ഇങ്ങനെയൊക്കെ ഇയർ കൂടി അറ്റാച്ച് ചെയ്ത് നിങ്ങൾ പറഞ്ഞു നോക്കൂ. വളരെ രസകരമായി നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. അത് പിന്നെ മറക്കാനും കഴിയാത്ത രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അപ്പോൾ അത് ശീലമാക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ മുതൽ തുടങ്ങാം. നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അറ്റ് പ്രസൻറ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 6. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വിച്ച് വാസ് എലിമിനേറ്റഡ് ഫ്രം ദി കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ് ടു പ്രോപ്പർട്ടി. റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് എലിമിനേറ്റഡ് അണ്ടർ വിച്ച് അമെൻമെൻറ്റ് ആക്ട്? 44th അമെൻമെൻറ്റ് ആക്ട്. ദിസ് അമെൻമെൻറ്റ് ആക്ട് വാസ് പാസ്ഡ് ഇൻ വിച്ച് ഇയർ? 1978. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? വളരെ കൃത്യമായി പഠിച്ചു പോകണം നിങ്ങൾ. ദെൻ ആർട്ടിക്കിൾസ് എലിമിനേറ്റഡ് ബൈ 44th അമെൻമെൻറ്റ് ആക്ട്. ഇവിടെ ഞാൻ പറഞ്ഞു റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് എലിമിനേറ്റഡ്. അപ്പം മെയിനായിട്ട് പറഞ്ഞാൽ വിച്ച് ആർട്ടിക്കിൾ വാസ് എലിമിനേറ്റഡ് എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് സ്റ്റേറ്റഡ് ഇൻ വിച്ച് ആർട്ടിക്കിൾ എന്നല്ലേ അതിൻ്റെ അർത്ഥം. റൈറ്റ് ടു പ്രോപ്പർട്ടി ഏത് ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്തിരുന്നു? ആർട്ടിക്കിൾ ആയിരിക്കും ഒഴിവാക്കിയത് തീർച്ചയായിട്ടും. പക്ഷെ ഓർക്കണം, അത് മാത്രമല്ല, റൈറ്റ് ടു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ആർട്ടിക്കിളും ഒഴിവാക്കി. അപ്പോൾ ഒഴിവാക്കിയ 44th അമെൻമെൻറ്റിലൂടെ എലിമിനേറ്റ് ചെയ്ത 2 ആർട്ടിക്കിൾ നിങ്ങൾ പഠിക്കണം. ഒന്ന് ആർട്ടിക്കിൾ 31 റൈറ്റ് ടു പ്രോപ്പർട്ടി. റൈറ്റ് ടു പ്രോപ്പർട്ടി. ഇനി നിങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ 19 ആർട്ടിക്കിൾ പഠിക്കും. ആർട്ടിക്കിൾ 19 പഠിക്കും. 19ൽ 6 ഫ്രീഡം ആണ് പറയുന്നത്. അതിൽ 19(1)(a), B, C, D, E, F, G അങ്ങനെ 7 ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഒരെണ്ണം ഒഴിവാക്കി.
ആർട്ടിക്കിൾ 19(1)(f ആർട്ടിക്കിൾ 19(1)(f-ൽ പറഞ്ഞിരുന്നത് റൈറ്റ് ടു അക്വയർ പ്രോപ്പർട്ടി, സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. ഇവിടെ സ്വത്ത് അവകാശം രണ്ടും രണ്ടാണ്, പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടാണ്. ഇത് രണ്ടും ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ല, ഒഴിവാക്കി. അപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് സ്റ്റേറ്റഡ് ഇൻ ആർട്ടിക്കിൾ 31. ആർട്ടിക്കിൾ 31 വാസ് എലിമിനേറ്റഡ് by 44th Amendment Act. Right to acquire property was stated in Article 19(1)(f). This article also eliminated from the Constitution under the same Amendment Act, 44th Amendment Act 1978. Okay ആണോ? ക്ലിയർ ആയോ? നോക്കൂ, at the same time a new article was added to the Constitution by 44th Amendment Act. ഇതേ അമെൻമെൻറ്റിലൂടെ രണ്ടെണ്ണം ഒഴിവാക്കിയതോടൊപ്പം മറ്റൊരെണ്ണം കൂട്ടിച്ചേർത്തത് ഇവിടെ അല്ല, ഫണ്ടമെൻ്റൽ റൈറ്റ്സിലല്ല. ഇതേ 44th Amendment Act ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മറ്റൊരു സ്ഥലത്ത് ഒരു ആർട്ടിക്കിൾ ഉൾപ്പെടുത്തി. ആ ആർട്ടിക്കിള് 300A എന്നാണ്. ആർട്ടിക്കിൾ 300A. ആർട്ടിക്കിൾ 300Aയിൽ എന്താ പ്രതിപാദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർട്ടിക്കിൾ 300A വാസ് ഇൻക്ലൂഡഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ 44th Amendment Act. ഹിയർ ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് എ ലീഗൽ റൈറ്റ്, not fundamental right. അപ്പോൾ at present right to property is not a fundamental rights, but it is a legal right. It is stated in Article 300A. അപ്പോൾ right to property is a legal right. It is stated in which article? 300A. അപ്പോൾ 300A was added to the Constitution by 44th Amendment Act. But Article 31, right to property, Article 19(1)(f, right to acquire property, these articles were eliminated, but 300A was added. രണ്ടെണ്ണം ഒഴിവാക്കി ഒരെണ്ണം കൂട്ടിച്ചേർത്തു. ഇതെല്ലാം സംഭവിച്ചത് ഏതിലൂടെയാണ്? 44th Amendment Actലൂടെയാണ്. 1978 44th Amendment Actലൂടെയാണ് ഇത് രണ്ടും സംഭവിച്ചത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഇവിടെ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിരുന്ന ഏത്? റൈറ്റ് ടു പ്രോപ്പർട്ടി. റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് എ ലീഗൽ റൈറ്റ് അറ്റ് പ്രസൻറ്റ്, ഇറ്റ് ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോഴും സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരാം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ലീഗൽ റൈറ്റ്സ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ദ റൈറ്റ്സ് ഓഫ് സിറ്റിസൺ ഗ്യാരണ്ടീഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ബട്ട് ലീഗൽ റൈറ്റ്സ് ആർ ദ റൈറ്റ്സ് അക്കോർഡിംഗ് ടു എ ലോ ഇൻ എക്സിസ്റ്റ്. നിലവിലുള്ള നിയമപ്രകാരമുള്ള അവകാശം, അതാണ് ലീഗൽ റൈറ്റ്. ഏതാണ് കൂടുതൽ സ്ട്രോങ്? തീർച്ചയായിട്ടും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തന്നെയാണ്. കാരണം എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കനോട്ട് ബി ചേഞ്ച്ഡ് ഈസിലി. ബട്ട് വെൻ എ ന്യൂ ലോ ഈസ് ഫ്രെയിംഡ് അല്ലെങ്കിൽ ക്രിയേറ്റഡ്, ദി എക്സിസ്റ്റിംഗ് ലോ നമുക്കറിയാമല്ലോ. അപ്പം പുതിയൊരു നിയമം വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്? പഴയ നിയമത്തിന് പ്രസക്തി ഇല്ലാതായി മാറും. അത്ര ലാഘവത്തോടു കൂടി നിയമങ്ങൾ വരാം. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയല്ല. അത് അമെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് പ്രൊസീജിയറാണ്. അമെൻഡ് ചെയ്തുകൂടെ എന്ന് വെച്ചാൽ ചെയ്യാം, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇപ്പം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ല. നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സ്വത്ത് വകകൾ നിങ്ങൾക്ക് മുമ്പ് കേസ് കൊടുത്തൊക്കെ വാങ്ങാമായിരുന്നു എന്നർത്ഥം. കാരണം അത് നിങ്ങളുടെ മൗലികമായ അവകാശമാണ്. ഇപ്പോഴോ അച്ഛനും അമ്മയും സ്വത്ത് നിങ്ങൾക്ക് തന്നില്ല എങ്കിൽ തന്നില്ല തന്നെ. മനസ്സിലാകുന്നുണ്ടല്ലോ? അത് കിട്ടൂല. മുമ്പ് ഭാഗം വച്ചിട്ട് ഏതെങ്കിലും ഒരു മകനോ മകൾക്കോ ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ അയാൾ കൊണ്ട് കേസ് കൊടുത്താൽ മതി, ആർക്കും കിട്ടൂല. അവിടെ അത് നിൽക്കും, എല്ലാവർക്കും തുല്യമായി വീതിക്കാൻ പറയും. ഇപ്പം അങ്ങനെയല്ല, നിങ്ങൾക്ക് ആർക്കും തരുന്നില്ല. 3 മക്കളുണ്ട്, അച്ഛനമ്മയും പറയുന്നു ആർക്കും സ്വത്ത് തരുന്നില്ല, അനാഥാലയത്തിന് എഴുതി കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ 3 മക്കളും ഗോവിന്ദ വരച്ചിരിക്കുകയേ ഉള്ളൂ മാർഗം. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ ഇത് പഠിക്കുന്നതിനോടൊപ്പം ഈ യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയുക. അച്ഛ അമ്മ എന്നൊക്കെ വിളിച്ച് നിന്നോളുക, ഇല്ലെങ്കിൽ ചിലപ്പം അപകടത്തിലാകും. ഇനി നോക്കൂ, അച്ഛനും അമ്മയൊക്കെ നിങ്ങൾക്ക് സ്വത്ത് വിഭജിച്ച് തന്നാലും സേഫാണോ നിങ്ങൾ? അല്ല. 2007 ഇന്ത്യൻ പാർലമെൻ്റ് ഒരു ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പഠിക്കേണ്ട ആക്റ്റാണ്. എന്താണ്?
ദി മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട്. ദി മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺഷിപ്പ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായിട്ടുള്ളൊരു നിയമം. ആ നിയമത്തിൽ വളരെ വ്യക്തമായി ഒരു വകുപ്പിൽ പറയുന്നുണ്ട്, മാതാപിതാക്കളോ മുതിർന്ന പൗരന്മാരോ മക്കൾക്കോ ബന്ധുക്കൾക്കോ സ്വത്തുവകൾ വീതിച്ചു നൽകുകയും അതിനുശേഷം അല്ലെങ്കിൽ അതല്ല സ്വത്തെല്ലാം വാങ്ങിച്ചതിന് ശേഷം രക്ഷകർത്താക്കളെ തിരിഞ്ഞു നോക്കാതിരിക്കുകയും സംരക്ഷിക്കാതിരിക്കുകയും ചെയ്താൽ എഴുതി കൊടുത്ത പ്രമാണം റദ്ദ് ചെയ്ത് കിട്ടാൻ രക്ഷകർത്താവിന് അവകാശമുണ്ട്. അതിനൊരു മെയിൻ്റനൻസ് ട്രൈബ്യൂണലുണ്ട്. ആരാണെന്നറിയുമോ? RDO, റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ മുമ്പിൽ പേരൻസ് പരാതിയുമായി ചെന്നാൽ മതി. ഞങ്ങളുടെ സ്വത്തെല്ലാം മക്കൾ എഴുതി വാങ്ങിച്ചിട്ട് ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ RDO മക്കളെ വിളിക്കും, അത് പരിശോധിക്കും. അച്ഛനും അമ്മയും കൊടുത്ത പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യം വന്നാൽ എഴുതി കൊടുത്ത പ്രമാണം റദ്ദ് ചെയ്ത് കിട്ടാൻ നടപടികൾ സ്വീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസ് സ്വത്തുവകകൾ എഴുതി തന്നാൽ ഇനി സേഫായി രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കരുത്. അതുകൂടി ഒന്ന് ഓർത്തോളൂ ഇതിനകത്ത്. കാരണം പാരൻസിനെയൊക്കെ സംരക്ഷിക്കുക എന്നത് ഒരു മോറൽ ഓബ്ലിഗേഷൻ മാത്രമായിരുന്നു 2007 മുമ്പെങ്കിൽ 2007 ശേഷം അത് മോറൽ ഓബ്ലിഗേഷനോടൊപ്പം ലീഗൽ ഓബ്ലിഗേഷനും കൂടിയായി മാറിയിരിക്കുന്നു എന്ന വസ്തുത കൂടി നിങ്ങൾ തിരിച്ചറിയണം. വരട്ടെ, ഇങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ലോ ഒക്കെ വരട്ടെ. ഞാനിതിനെ സ്വാഗതം ചെയ്യുന്നു. കാരണം അത്രമാത്രം നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം വളരെ മലീമസമായിരിക്കുന്നു. ഒരായുഷ്കാലം മുഴുവനും മക്കൾക്ക് വേണ്ടി ജീവിച്ച അച്ഛനും അമ്മയും എത്ര പെട്ടെന്നാണ് ആർക്കും വേണ്ടാത്തവരായി മാറുന്നത്, എത്ര നിഷ്കരുണമാണ് അവരെ നടതള്ളിക്കളയുന്നത്. അപ്പോൾ ഇതേപോലുള്ള നിയമങ്ങൾ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ഞാൻ പൂർണ്ണമായും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു അത്തരം നിയമങ്ങളോട്. പോട്ടെ, അപ്പം നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ റൈറ്റ് അറ്റ് പ്രസൻറ്റ്, ഇറ്റ് ഈസ് എ ലീഗൽ റൈറ്റ്. ഇൻ വിച്ച് ആർട്ടിക്കിൾ it is stated right to property is a legal right? It is stated in Article 300A. Article 300A was added to the Constitution under which Amendment Act? 44th Amendment Act of 1978. Then the articles which were eliminated from the list of fundamental rights by 44th Amendment Act of 1978, Article 31 and Article 19(1)(f). Article 31 right to property, Article 19(1)(f) right to acquire property. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയല്ലോ? യെസ്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. നമുക്കറിയാം നമുക്കെല്ലാം മൗലിക അവകാശങ്ങളുണ്ട്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് എ സിറ്റിസൺ ഈസ് വയലേറ്റഡ്, വാട്ട് ക്യാൻ ഹി ഡു? അയാൾക്ക് എന്തു ചെയ്യാൻ പറ്റും? അയാളെന്ന് പറയുന്നത് നമ്മളാണെന്ന് വിചാരിച്ചുകൊള്ളുക. നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ആരെങ്കിലും വയലേറ്റ് ചെയ്താൽ, ഇഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് എ സിറ്റിസൺ ഈസ് വയലേറ്റഡ്, ഹി ക്യാൻ അപ്രോച്ച് ഹൈക്കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ 226 ആൻഡ് സുപ്രീം കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ 32. എന്തുകൊണ്ടങ്ങനെ പോകാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പോയിന്റ് ഓർക്കണം, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിസിബിൾ. ഇറ്റ് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ബൈ കോർട്ട് ഓഫ് ലോ. കോടതികളിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്ന അവകാശങ്ങളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നമ്മൾ പ്രിയാമ്പിൾ പഠിച്ചപ്പോൾ പറഞ്ഞു ഇറ്റ് ഈസ് നോൺ ജസ്റ്റിസിബിൾ. ഇനി നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പഠിക്കുമ്പോൾ പറയും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആർ നോൺ ജസ്റ്റിസിബിൾ, കനോട്ട് ബി എൻഫോഴ്സിബിൾ ബൈ കോർട്ട്. അത് കഴിഞ്ഞിട്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പഠിക്കുമ്പോഴും നമ്മൾ പറയും നോട്ട് എൻഫോഴ്സിബിൾ ബൈ court of law, non-justiciable, but fundamental rights are justiciable. ഇത് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരും. താഴെ പറയുന്നതിൽ ശരിയോ തെറ്റോ? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ നോൺ ജസ്റ്റിസിബിൾ. തെറ്റെന്ന് പറയുക. ജസ്റ്റിസിബിൾ ആണ്, കോടതിയിലൂടെ നേടിയെടുക്കാൻ പറ്റും. നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഹൈക്കോർട്ട് നമുക്ക് പോകാൻ വേണമെങ്കിൽ 226 ആർട്ടിക്കിൾ പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷനിലെ, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയിൽ പോകാം. ഈ രണ്ട് ഓപ്ഷനുണ്ട്. അപ്പോൾ കോടതികൾ എന്ത് ചെയ്യും? സുപ്രീം കോർട്ടോ ഹൈക്കോർട്ടിലോ നമ്മൾ ഇങ്ങനൊരു ഹർജിയുമായി ചെല്ലുമ്പോൾ കോടതി എന്ത് ചെയ്യും? An order issued by court to protect or enforce fundamental right of a citizen
സച്ച് ഓർഡർ ഈസ് കോൾഡ് റിട്ട്. അതിനെ വിളിക്കുന്ന പേരാണ് റിട്ട്. ദി സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ക്യാൻ ഇഷ്യൂ റിട്ട്സ് ഫോർ ദി എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പോൾ വാട്ട് യു മീൻ ബൈ റിട്ട്? റിട്ട് നമുക്കൊരു ടോപ്പിക്കായിട്ട് പഠിക്കാം, ഇതിൻ്റെ അവസാന ഭാഗമായിട്ട് പഠിക്കാം. പക്ഷേ ഇപ്പം നിങ്ങൾ ഇത്രയും ഓർക്കുക, ദി ഓർഡർ ഇഷ്യൂഡ് ബൈ കോർട്ട് ടു പ്രൊട്ടക്ട് ഓർ എൻഫോഴ്സ് ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് എ സിറ്റിസൺ ആർ കോൾഡ് റിട്ട്സ്. അപ്പോൾ ഏതൊക്കെ കോർട്ടായിരിക്കാം ഈ റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയുന്നത്? കോർട്ട്സ് വിച്ച് ക്യാൻ ഇഷ്യൂ റിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട്. ഹൈക്കോർട്ട് ഇഷ്യൂ റിട്ട് അണ്ടർ ആർട്ടിക്കിൾ 226, സുപ്രീം കോർട്ട് ഇഷ്യൂ റിട്ട് അണ്ടർ ആർട്ടിക്കിൾ 32. ക്ലിയർ ആയല്ലോ? ഇതാണ് ഈ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ജസ്റ്റിസിബിൾ എന്ന് പറയുന്നതിന് കാരണം. അപ്പോൾ ഇവിടെ ഏറ്റവും ടോപ്പായിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ്? 32 അല്ലേ? എന്തുകൊണ്ട്? നമ്മൾ അപ്പെക്സ് കോർട്ട് എന്ന് പറയുന്ന, ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായ കോർട്ട് എന്ന് പറയുന്ന സുപ്രീം കോർട്ടിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യാനായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ പോകുന്ന കോടതി അതല്ലേ? ഏത് ആർട്ടിക്കിൾ പ്രകാരം? 32. അപ്പം 32 അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത്? അപ്പം സുപ്രീം കോർട്ടല്ലേ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നത്? അപ്പോഴൊരു ഒരു ചോദ്യം ചോദിക്കാം, പ്രൊട്ടക്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും ഉണ്ടെങ്കിലും ഇങ്ങനെ ചോദിച്ചാൽ സുപ്രീം കോർട്ട് എന്ന് തന്നെ പറയണം. പ്രൊട്ടക്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് സുപ്രീം കോർട്ട്, അതിലപ്പുറം ഒരു കോർട്ട് ഇല്ല. നോക്കൂ, എ പേഴ്സൺ ക്യാൻ ഡയറക്ട്ലി അപ്രോച്ച് സുപ്രീം കോർട്ട്. എപ്പോഴും എ പേഴ്സൺ ക്യാൻ ഡയറക്ട്ലി അപ്രോച്ച് സുപ്രീം കോർട്ട് ഓൺലി ഓൺ ദി സിറ്റുവേഷൻ ഏതാണ്? വയലേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഒരു വ്യക്തിയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യും. അറ്റ് ദി ടൈം ഓഫ് വയലേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഹി ക്യാൻ ഡയറക്ട്ലി അപ്രോച്ച് സുപ്രീം കോർട്ട്. അല്ലാതെ നമുക്ക് സുപ്രീം കോടതിയിൽ നേരിട്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ അയൽവക്കക്കാരുടെ വഴക്കൂടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സുപ്രീം കോടതിയിൽ പോകാൻ പറ്റുമോ? അയൽവക്കക്കാരുമായിട്ട് പെട്ടെന്ന് നമ്മൾ വഴക്കൂടിയിട്ട് പറയണം, ശരി നാളെ നമുക്ക് സുപ്രീം കോടതിയിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞാൽ നടക്കുമോ? പറ്റില്ല. അങ്ങനെ പോകുന്ന ഇവിടെ ഒരുപാട് സബോർഡിനേറ്റ് കോർട്ടുണ്ട്. ഇവിടെ മജിസ്ട്രേറ്റ് കോർട്ടുണ്ട്, അല്ലെങ്കിൽ ക്രിമിനൽ കേസാണെങ്കിൽ മജിസ്ട്രേറ്റ് കോർട്ടുണ്ട്, സിവിൽ കേസാണെങ്കിൽ മുനിസിപ്പൽ കോർട്ടുണ്ട്, ഒക്കെ നമുക്ക് പോകാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോർട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഹൈക്കോർട്ടുണ്ട്, അവിടെയൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോകാൻ പറയും. അല്ലാതെ നമുക്ക് ചെറിയ ചെറിയ കേസുകളുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കൊക്കെ സുപ്രീം കോടതിയിൽ നേരിട്ട് ചെല്ലാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പോകാൻ പറ്റും ഒരേ ഒരു സമയം മാത്രം. വൺ ആൻഡ് ഓൺലി സിറ്റുവേഷൻ ഏതാണ്? If the fundamental right of a citizen is violated, he can directly approach Supreme Court. അല്ലാതെ ചെറിയ കേസുകളിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെ ആരെങ്കിലും തടഞ്ഞാൽ, നിങ്ങളുടെ ഈക്വൽ ഓപ്പർച്യൂണിറ്റിക്കുള്ള നിങ്ങളുടെ അവകാശത്തെ തടഞ്ഞാൽ, നിങ്ങളുടെ ഫ്രീഡം ടു സ്പീച്ച് ഓർ എക്സ്പ്രഷൻ എന്ന് പറയുന്ന അവകാശത്തെ തടഞ്ഞാൽ, ഇതൊക്കെ ഈ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് നേരിട്ട് സുപ്രീം കോടതിയിൽ പോകാം. അപ്പോൾ സുപ്രീം കോടതി അതുകൊണ്ട് നമ്മൾ വിളിക്കുന്നത് എന്താണ്? പ്രൊട്ടക്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. പ്രൊട്ടക്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതുകൊണ്ട് ആർട്ടിക്കിൾ 32 വിശേഷണമുണ്ട്. ആർട്ടിക്കിൾ 32 ഈസ് കൺസിഡേർഡ് ആസ് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹാർട്ട് ആൻഡ് സോൾ, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഏത് ആർട്ടിക്കിൾ? ഇത് വെരി ഇമ്പോർട്ടൻറ്റ്. വിച്ച് ആർട്ടിക്കിൾ ഈസ് കൺസിഡേർഡ് ആസ് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ആർട്ടിക്കിൾ 32. ഒരു കാര്യം കൂടെ ഓർത്തോളൂ, ഹൂ ടേംഡ് ആർട്ടിക്കിൾ 32 ആസ് ഹാർട്ട് ആൻഡ് സോൾ? ഡോക്ടർ B.R. അംബേദ്കർ, ദി ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ സാക്ഷാൽ B.R. അംബേദ്കർ ആണ് 32ാം വകുപ്പിനെ എങ്ങനെ വിശേഷിപ്പിച്ചത്? ഹാർട്ട് ആൻഡ് സോൾ. ഇനി ആർട്ടിക്കിൾ 32 മറ്റൊരു വിശേഷണവും കൂടിയുണ്ട്. അതും പരീക്ഷയ്ക്ക് ഒരുപാട് നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ്. ഫണ്ടമെന്റൽ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. മൗലികങ്ങളിൽ മൗലികമായ വകുപ്പ്. ഫണ്ടമെന്റൽ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നറിയപ്പെടുന്നത്, മൗലികങ്ങളിൽ മൗലികം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളും ആർട്ടിക്കിൾ 32. ഈ രണ്ട് വിശേഷണങ്ങൾ പഠിക്കണം. ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ടിക്കിൾ 32 അക്കോർഡിംഗ് ടു ഡോക്ടർ B.R. അംബേദ്കർ. ഫണ്ടമെന്റൽ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ ഏതാണ്? വിച്ച് ആർട്ടിക്കിൾ ഈസ് കൺസിഡേർഡ് ആസ് ഫണ്ടമെന്റൽ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? അതും ആർട്ടിക്കിൾ 32 തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? പക്ഷെ വേറൊരു ചോദ്യം വരും, നമ്മൾ ചിലപ്പം കുടുങ്ങിപ്പോകുന്നൊരു ചോദ്യമാണ്, അതുകൂടെ നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. ബേസ്മെൻറ്റ് or foundation of fundamental rights. Which article is considered as foundation or basement of fundamental rights? മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ഒരിക്കലും 32 എന്ന് പറയരുത്, അത് 21 ആണ്.
21 അതുകൂടെ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നമ്മൾ പിന്നെ പഠിക്കും, പക്ഷേ ഇവിടെ ഞാൻ കൊടുത്തിട്ടില്ല, എങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. വിച്ച് ആർട്ടിക്കിൾ ഈസ് കൺസിഡേർഡ് as ഫൗണ്ടേഷൻ ഓർ ബേസ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 21. എന്താണ് ആർട്ടിക്കിൾ 21? ഗ്യാരണ്ടീസ് ലൈഫ് ആൻഡ് ലിബർട്ടി ഓഫ് പേഴ്സൺ, റൈറ്റ് ടു ലീവ്, ജീവിക്കാനുള്ള അവകാശം പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. ഞാൻ ചോദിക്കട്ടെ, ഒരു പൗരനെ സംബന്ധിച്ച് ജീവിക്കാനുള്ള അവകാശത്തിലും വലിയൊരു അവകാശമുണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് ബേസ് ആയിട്ടുള്ള ബേസ്മെൻറ്റ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഒരു വ്യക്തിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ബേസ്മെൻറ്റ്, ഫൗണ്ടേഷൻ എന്ന് അറിയപ്പെടുന്നത് ഏത് ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 21. അപ്പം ഈ ഇതിൻ്റെ വിശേഷണങ്ങൾ മാറിപ്പോകരുത്. ആർട്ടിക്കിൾ 32 ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 32 ഫണ്ടമെൻ്റൽ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ആർട്ടിക്കിൾ 21 ഫൗണ്ടേഷൻ ഓർ ബേസ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. തെറ്റൂലല്ലോ. ഇനി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന പോർഷനിൽ പിന്നീട് കൂട്ടിച്ചേർത്ത ഒരു ആർട്ടിക്കിളിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് നിർബന്ധമായി പഠിക്കണം. HSA, HSST അതുപോലെ ടീച്ചറാകാൻ പോകുന്നവർ പ്രത്യേക ജാഗ്രത. കാരണം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാൻ പോവുകയാണ്. ആർട്ടിക്കിൾ 21A വാസ് ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ വിച്ച് അമെൻമെൻറ്റ് ആക്ട്? അത് ആദ്യം പഠിക്കുക. Article 21A was added to the Constitution, added in the Fundamental Rights by which Amendment Act? 86th Amendment Act 2002. അവിടെ മുതൽ ശ്രദ്ധിക്കണം. 86th Amendment Act 2002. Article 21A was added to the Constitution under 86th Amendment Act of 2002. അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 21A എന്താ പറയുന്നത്? അതാണ് നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുതെന്ന് ഞാൻ പറയുന്നത്. ആർട്ടിക്കിൾ 21A ഗ്യാരണ്ടീസ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ദി ചിൽഡ്രൻ ബിറ്റ്വീൻ ദി ഏജ് ഓഫ് 6 and 14 years. 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം. ഈ എഡ്യൂക്കേഷൻ ബിറ്റ്വീൻ ദി ഏജ് ഓഫ് 6 and 14 years എന്ന് പറയുന്നതിന് ഒറ്റ വാക്കിൽ പറയാമോ നിങ്ങൾക്ക്? പ്രൈമറി എഡ്യൂക്കേഷൻ, എലിമെൻ്ററി എഡ്യൂക്കേഷൻ അല്ലേ? പ്രാഥമിക വിദ്യാഭ്യാസം എന്തായി മാറി? ഫണ്ടമെൻ്റൽ റൈറ്റായി മാറി. 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ധൈര്യമായി ചോദിക്കാം, രക്ഷകർത്താക്കളോടും സമൂഹത്തോടും ഈ രാഷ്ട്രത്തോടും ചോദിക്കാം, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം തരൂ, ഇത് ഞങ്ങളുടെ മൗലിക അവകാശമാണ്, ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അപ്പം പ്രൈമറി എഡ്യൂക്കേഷൻ ബിക്കെയിം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അക്കോർഡിംഗ് ടു വിച്ച് ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 21A. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നോക്കൂ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അക്കോർഡിംഗ് ടു വിച്ച് അമെൻമെൻറ്റ് ആക്ട് എന്ന് ചോദിച്ചാൽ 86th Amendment Act of 2002. രണ്ടും പഠിക്കണം. പ്രാഥമിക വിദ്യാഭ്യാസത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, പ്രൈമറി എഡ്യൂക്കേഷനെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആക്കിയ ആർട്ടിക്കിൾ 21A, അമെൻമെൻറ്റ് 86th Amendment Act of 2002. മറക്കൂലല്ലോ. ഇനി ഒരു കാര്യം കൂടെ നിങ്ങളിവിടെ ഓർക്കണം. ഈ 86th Amendment Act included 2 articles in the 2 chapters of Indian Constitution. 2 ഭാഗത്ത് 2 അധ്യായങ്ങളിൽ 2 ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു. ഇതേ സെയിം അമെൻമെൻറ്റ് ആക്ട്. അതും കൂടെ ഒന്ന് പഠിച്ച് നമുക്ക് പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. 86th Amendment Act 2002 included Article 21A in the Fundamental Rights and Article 51AK in the Fundamental Duties. ഫണ്ടമെൻ്റൽ റൈറ്റ്സിലും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലും ഓരോ ആർട്ടിക്കിൾ ഉൾപ്പെടുത്തിയ അമെൻമെൻറ്റ് ആക്റ്റാണ് 86th Amendment Act 2002. ഇത് രണ്ടും ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ടതും കൂടെ ഇവിടെ പറഞ്ഞു പോകുന്നത്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ അത് പറയാം. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ ഇപ്പോൾ എത്ര ഡ്യൂട്ടീസ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പോൾ 11 ഉണ്ട്. 10 നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 51A അതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയുടെ ആർട്ടിക്കിൾ. 51Aയിൽ A to J വരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ 10. ഇപ്പം കെയും കൂടെ ഉൾപ്പെടുത്തി 51AK. ഇതെന്താ പറയുന്നതെന്ന് അറിയാമോ? ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് പാരൻസ് ടു ഗീവ് എഡ്യൂക്കേഷൻ ടു ദെയർ ചിൽഡ്രൻ ബിലോ ദി ഏജ് ഓഫ് 14 years. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് പാരൻസ് ടു ഗീവ് എഡ്യൂക്കേഷൻ ടു ദി ചിൽഡ്രൻ
to their children between the age of 6 and 14 years. 6-നും 14 ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ രക്ഷകർത്താക്കൾക്ക് കടമയുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം. 86th Amendment Act of 2002 included 2 articles in 2 parts of Indian Constitution. അല്ലെങ്കിൽ 2 ഹെഡിങ്സ്, 2 ഹെഡിങ്ങിൽ, അല്ലെങ്കിൽ 2 പാർട്സ്, 2 ഭാഗത്ത് തന്നെ, അങ്ങനെ തന്നെ പറഞ്ഞോളൂ. 2 ആർട്ടിക്കിൾ ഇൻ 2 പാർട്സ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ. ആർട്ടിക്കിൾ 21A വാസ് added to the Constitution under the heading of fundamental rights. Article 51AK was added to the Constitution under fundamental duties. രണ്ടും പറയുന്നത് all these 2 articles deals with the education. എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒന്നിൽ പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ പറയുന്നത് ഇറ്റ് ഈസ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് ചിൽഡ്രൻ. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിൽ പറയുന്നത് 51A പറയുന്നത് ഇറ്റ് ഈസ് ദി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഓഫ് പാരൻസ്. പാരൻസിന് ഇതിങ്ങനെ ഒരു ഉത്തരവാദിത്വമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 21AK നിങ്ങൾ എന്ത് പറയും? ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് പാരൻസ് ടു ഗീവ് എഡ്യൂക്കേഷൻ ടു ദെയർ ചിൽഡ്രൻ ബിറ്റ്വീൻ ദി ഏജ് ഓഫ് 6 and 14 years. പഠിപ്പിച്ചേ മതിയാകൂ. ഒരു രക്ഷാകർത്താവിനും ആ കടമയിൽ നിന്ന് ഇപ്പം മാറി നിൽക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? കാരണം അവർക്ക് സാമ്പത്തിക ബാധ്യതയൊന്നുമില്ല. ഫ്രീ എഡ്യൂക്കേഷനാണ്. ഫീസ് അടയ്ക്കേണ്ട, ബുക്ക് പോലും വാങ്ങേണ്ട. പല സ്കൂളുകളിലും ബുക്ക് കൊടുക്കുന്നുണ്ട്, യൂണിഫോം വിതരണം ചെയ്യുന്നുണ്ട്, സ്റ്റേഷനറി ഐറ്റംസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സർക്കാർ സ്കൂളിലേക്ക് കുട്ടിയെ പറഞ്ഞയക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം നിർവഹിച്ചില്ല എങ്കിൽ അത് മൗലിക കടമ ലംഘനമാണെന്നാണ് 51A നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ഇനി ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെൻറ്റ് 2009 ഒരു ആക്ട് പാസ്സാക്കിയത്. പിന്നീട് നമ്മൾ പഠിക്കും, എങ്കിലും ഞാൻ ഇതുമായി ബന്ധപ്പെട്ടത് ഓർമ്മിപ്പിക്കുകയാണ്. ഏത് ആക്റ്റാണ്? RTE ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. RTI ആക്ട് അല്ല, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അല്ല, അത് വേറെയാണ്. RTE ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 പാർലമെൻറ്റ് പാസ്സാക്കിയത്. സച്ച് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 2010 April 1. ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന ദിവസം. അത് വേറെ എടുത്ത് പഠിക്കാനുള്ളത് ഞാനിവിടെ അത് കൊടുത്തിട്ടില്ല, നമുക്ക് പിന്നീട് പറയാം. പക്ഷേ ഇപ്പോഴും ഓർമ്മിച്ച് വെച്ചോളൂ, ഇതിനോടൊപ്പം ഓർമ്മിച്ച് വെച്ചോളൂ. RTE ആക്ട് വാസ് പാസ്ഡ് ഇൻ ദി പാർലമെൻറ്റ് ഇൻ ദി ഇയർ 2009. വേണമെങ്കിൽ പറയുക August 26. RTE ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത് 2009 August 26. സച്ച് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 2010 April 1. അതുകൂടി ഓർത്ത് വെച്ചോളുക. ക്ലിയറായോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയറായോ? അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ സസ്പെൻഡഡ് ബൈ ദി പ്രസിഡന്റ് ഡ്യൂറിങ് നാഷണൽ എമർജൻസി. നോക്കൂ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഭേദഗതി വരുത്താൻ ആർക്കാണ് അവകാശമുള്ളത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം നമ്മൾ പ്രിയാമ്പിളൊക്കെ പഠിപ്പിച്ചപ്പോൾ ഞാനൊരു അമെൻമെൻറ്റ് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? Which amendment act empowers parliament to amend any part of constitution including fundamental rights? 24th Amendment Act of 1971. പഠിച്ചത് ഓർമ്മയുണ്ടോ? പാർലമെൻറ്റിന് അങ്ങനെ അധികാരമുണ്ട്. എന്താണ്? ഈ ഭേദഗതി വരുത്താൻ. അപ്പോൾ അമെൻമെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ സംശയമൊന്നും വേണ്ട, പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ. പക്ഷേ ഈ ചോദ്യം അതല്ല. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ സസ്പെൻഡഡ് ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് എമർജൻസി. എമർജൻസി, രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോഴാണ്. അത് വേണമെങ്കിൽ അങ്ങനെ തന്നെ ചോദിക്കാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ സസ്പെൻഡഡ് അണ്ടർ വാട്ട് സർക്കംസ്റ്റാൻസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമർജൻസി പീരീഡ്. ഹൂ സസ്പെൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി പീരീഡ്? അതിന് അധികാരമുള്ളത് ആരാണ്? അത് പാർലമെൻ്റ് അല്ല, അത് രാഷ്ട്രപതി, പ്രസിഡൻറ്റ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ സസ്പെൻഡഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഡ്യൂറിങ് നാഷണൽ എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ. 2 ആർട്ടിക്കിൾ ഉണ്ട്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സസ്പെൻഡ് ചെയ്യുന്നത് ചോദിച്ചാൽ ആർട്ടിക്കിൾ 358 ആൻഡ് ആർട്ടിക്കിൾ 359. 358ഉം 359. 2 ആർട്ടിക്കിൾ നിങ്ങൾ ഓർക്കണം. വാസ്തവത്തിൽ ഈ ചോദ്യം വരുമ്പോഴൊക്കെ ആൻസർ കൊടുക്കാറുള്ളത്, PSC ഒക്കെ ആൻസർ കൊടുക്കാറുള്ളത് 359 എന്നാണ് കൊടുക്കാറുള്ളത്. കാരണം അതിലാണ് കൂടുതൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതനുസരിച്ചാണ് സസ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് 358ൻ്റെ പ്രാധാന്യവും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് രണ്ടും പഠിക്കാം.
Fundamental rights are suspended by the President of India during the period of emergency under Article 358 and 359. അപ്പോൾ 358 എന്താണ് സസ്പെൻഡ് ചെയ്യുന്നത്? ദി പ്രസിഡന്റ് സസ്പെൻസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ലിസ്റ്റഡ് ഇൻ ദി ആർട്ടിക്കിൾ 19 ഡ്യൂറിങ് ആൻ എക്സ്റ്റേണൽ എമർജൻസി. അവിടെയും പോയിന്റ് ശ്രദ്ധിക്കണം. എക്സ്റ്റേണൽ എമർജൻസി വരുമ്പോൾ, എമർജൻസി എന്ന ടോപ്പിക്ക് നമുക്ക് എടുക്കാം. നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി എന്നിങ്ങനെ 3 എമർജൻസി ഉണ്ട്. അത് നാഷണൽ എമർജൻസി ക്യാൻ അഗെയിൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2: നാഷണൽ എക്സ്റ്റേണൽ എമർജൻസി ആൻഡ് നാഷണൽ ഇൻറ്റേർണൽ എമർജൻസി. ദേശീയ ആഭ്യന്തര അടിയന്തരാവസ്ഥ, ദേശീയ ബാഹ്യ അടിയന്തരാവസ്ഥ. നാഷണൽ എക്സ്റ്റേണൽ എമർജൻസിയുടെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ അഗ്രഷൻ, സിവിൽ വാർ ആണ്. ഈ 2 കാര്യങ്ങളുണ്ട്. വൈദേശിക ആക്രമണം, യുദ്ധം, ഇതൊക്കെ വരുമ്പോഴാണ് നാഷണൽ എക്സ്റ്റേണൽ എമർജൻസി. എന്നാൽ നാഷണൽ ഇൻറ്റേർണൽ എമർജൻസി, ദേശീയ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഗ്രൗണ്ട് എന്താണ്? ആംഡ് റെബലിയൻ, സായുധ കലാപം. രാജ്യത്ത് ഏതെങ്കിലും ഒരു വിഘടന ശക്തി, ഒരു ഗ്രൂപ്പ് സായുധ കലാപത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് നമ്മൾ നാഷണൽ എക്സ്റ്റേണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നത്. ഇവിടെ ഒരു ക്ലോസ് നിങ്ങൾ ശ്രദ്ധിക്കുക. 358 എന്തു പറയുന്നു? പ്രസിഡന്റ് സസ്പെൻസ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് ലിസ്റ്റഡ് ഇൻ ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 19 6 ഫ്രീഡമാണ് പറയുന്നത്. നമ്മളിനി പഠിക്കും, ഉടനെ പഠിക്കാൻ പോവുകയാണ്. പൗരൻ്റെ 6 സ്വാതന്ത്ര്യങ്ങൾ. ആ സ്വാതന്ത്ര്യങ്ങൾ സസ്പെൻഡ് ചെയ്യുന്നതാണ് 358 പ്രകാരം. പക്ഷെ അവിടെയും ഒരു കാര്യമുണ്ട്. ഏത് സമയത്തെ അത് സസ്പെൻഷൻ നടക്കുകയുള്ളൂ? ഡ്യൂറിങ് എക്സ്റ്റേണൽ എമർജൻസി. ഡ്യൂറിങ് നാഷണൽ ഇൻറ്റേർണൽ എമർജൻസി ദിസ് ആർട്ടിക്കിൾ കനോട്ട് ബി ഇംപ്ലിമെൻറ്റഡ്. ഇത് പ്രയോഗിക്കാൻ പറ്റില്ല. ആംഡ് റെബലിയൻ കാരണമാണ് ഒരു നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചാൽ എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻറ്റേർണൽ എമർജൻസിയാണ് ഡിക്ലെയർ ചെയ്തെങ്കിൽ ഒരിക്കലും ഈ പൗരൻ്റെ മൗലിക സ്വാതന്ത്ര്യങ്ങൾ 358 പ്രകാരം സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ഇൻ 44th Amendment Act of 1978. പിന്നീട് പഠിക്കാം നമുക്ക്. അപ്പോൾ ആർട്ടിക്കിൾ 350 പ്രകാരം പ്രസിഡന്റ് സസ്പെൻസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് സ്റ്റേറ്റഡ് ഇൻ ആർട്ടിക്കിൾ 19. ഏത് പീരീഡ്? ഒൺലി ഡ്യൂറിങ് ആൻ എക്സ്റ്റേണൽ എമർജൻസി, നാഷണൽ എക്സ്റ്റേണൽ എമർജൻസി. ഇൻറ്റേർണൽ എമർജൻസിയിൽ പറ്റില്ല, ഓർത്ത് വെച്ചോളുക. ദെൻ അപ്പം ആർട്ടിക്കിൾ 19 പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഫ്രീഡം അത് സസ്പെൻഡ് ചെയ്യുന്നു ഈ ആർട്ടിക്കിൾ പ്രകാരം. അതർ ഫണ്ടമെന്റൽ റൈറ്റ്സും ബാക്കിയെല്ലാം സസ്പെൻഡ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 359 പ്രകാരം. മനസ്സിലായോ? 2 ആർട്ടിക്കിൾ പ്രകാരമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യുന്നത്. അല്ല 358 പ്രകാരം സസ്പെൻഡ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 19 പറഞ്ഞിരിക്കുന്ന 6 ഫ്രീഡമാണ്, ഇൻഡിവിജ്വൽ ഫ്രീഡമാണ്. പക്ഷേ അവിടെയും എപ്പോഴേത് സസ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ? നാഷണൽ എക്സ്റ്റേണൽ എമർജൻസി പീരീഡിൽ മാത്രം. ഇനി 359 ബാക്കിയുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാം സസ്പെൻഡ് ചെയ്യുന്നത് 359 ഓക്കെ ആണല്ലോ. പക്ഷെ അവിടെയും ഒരു പ്രധാനപ്പെട്ട ക്ലോസ് കൂടി നിങ്ങൾ ഓർക്കണം. ഏത് സാഹചര്യം വന്നാലും സസ്പെൻഷൻ ഡസ് നോട്ട് അപ്ലൈ ടു ആർട്ടിക്കിൾ 20 ആൻഡ് ആർട്ടിക്കിൾ 21. ഫണ്ടമെന്റൽ റൈറ്റ്സ് which were stated in Article 20 and Article 21 cannot be suspended at any circumstances. It was stated in 44th Amendment Act of 1978. According to 44th Amendment Act of 1978, the fundamental rights stated in Article 20 and Article 21 cannot be suspended ഈവൻ ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് എമർജൻസി. അടിയന്തരാവസ്ഥ പീരീഡിൽ പോലും 2 ആർട്ടിക്കിൾ തൊടാൻ പാടില്ല. ഏതൊക്കെ ആർട്ടിക്കിൾ അത് പഠിക്കണം? 20, 21. 21 എന്താണെന്ന് ഞാൻ പറഞ്ഞു, 20 പഠിക്കാൻ പോകണം, അതുകൊണ്ട് ഞാൻ ഇപ്പം പറയുന്നില്ല. 21 നമ്മൾ നേരത്തെ പറഞ്ഞു, ഫ്രീഡം ടു ലീവ്, ജീവിക്കാനുള്ള അവകാശം. ആർട്ടിക്കിൾ 21 ബേസ്മെൻറ്റ്, ഫൗണ്ടേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ പറഞ്ഞില്ലേ? അതായത് ആർട്ടിക്കിൾ 21 ഗ്യാരണ്ടീസ് ലൈഫ് ആൻഡ് ലിബർട്ടി ഓഫ് പേഴ്സൺ. ജീവിക്കാനുള്ള അവകാശത്തെ എടുത്ത് കളയാൻ പറ്റുമോ? അടിയന്തരാവസ്ഥയാണ്, അതുകൊണ്ട് ഇനി ആരും ജീവിച്ചിരിക്കേണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല, തൊടാൻ പറ്റില്ല. 21 3 ഇൻഡിവിജ്വൽ ലിബർട്ടിയെക്കുറിച്ച് പറയുന്നതാണ്, നമുക്കത് പഠിക്കാം. അതും എടുത്ത് കളയാൻ പറ്റില്ല എന്ന് പറയുന്ന ഭേദഗതി ഏതാണ്? അമെൻമെൻറ്റ് ഏതാണ്? ഏത് അമെൻമെൻറ്റിലാണ് ഇങ്ങനൊരു വ്യവസ്ഥ കൊണ്ടുവരുന്നത്? ഇങ്ങനെ എടുത്ത് കളയരുതെന്ന് 44th Amendment പഠിച്ചോളണേ.
ഇത് ഒരുപാട് പോയിന്റുകൾ വരുന്നതാണ്. കുറേ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കൂ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ സ്റ്റേറ്റഡ് ഇൻ ആർട്ടിക്കിൾ 12 to 35. നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 12 to 35, 12 മുതൽ 35 വരെ എല്ലാം പറയുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ക്ലാസിഫൈഡ് അണ്ടർ ആർട്ടിക്കിൾ 14 to 32. പ്യുവറായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ക്ലാസിഫൈഡ് അണ്ടർ 14 to 32. അതാണ് പ്രധാനം നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ അതിനു മുമ്പ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അപ്പം തുടങ്ങുന്നത് എവിടെ നിന്നായിരിക്കാം? 14 എന്നല്ലേ? പക്ഷേ അതിനു മുമ്പ് 2 ആർട്ടിക്കിൾ കൂടെ നമ്മൾ പഠിക്കണ്ടേ? ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് വരുന്നത് ആർട്ടിക്കിൾ 12. ആർട്ടിക്കിൾ 12 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 12 ഡിഫൈൻ ദി ടേം സ്റ്റേറ്റ്. രാഷ്ട്രം അഥവാ ഭരണകൂടം എന്തെന്ന് വ്യക്തമാക്കുന്ന ആർട്ടിക്കിളാണ് 12. പഠിക്കണം. ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ്സ് ദാറ്റ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ 12 ഡിഫൈൻസ് ദി ടേം സ്റ്റേറ്റ്. രാഷ്ട്രം അല്ലെങ്കിൽ ഭരണകൂടം എന്താണെന്നാണ് 12 സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നത്. വളരെ വ്യക്തമാണ്. ദി സ്റ്റേറ്റ് ഇൻക്ലൂഡ്സ് ദി ഗവൺമെൻറ് ആൻഡ് പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ. അത് ആദ്യം എടുക്കുക. ഗവൺമെൻറ് ആൻഡ് പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യ ഗവൺമെൻറ്റും നിയമനിർമ്മാണ സഭയും പാർലമെൻറ്റും മാത്രമല്ല ദി ഗവൺമെൻറ് ആൻഡ് ലെജിസ്ലേച്ചേഴ്സ് ഓഫ് ഈച്ച് സ്റ്റേറ്റ്. സംസ്ഥാനങ്ങളും അവയുടെ നിയമനിർമ്മാണ സഭകളും. നോക്കൂ, അപ്പം ഭാരതവും ഭാരതത്തിൻ്റെ നിയമനിർമ്മാണ സഭയും പാർലമെൻറ്റ്. ഇനി സംസ്ഥാനങ്ങളും അവയുടെ നിയമനിർമ്മാണ സഭകളും മാത്രമല്ല ആൻഡ് ലോക്കൽ ഓർ അതോറിറ്റി, ലോക്കൽ ഓർ അതർ അതോറിറ്റീസ് വിത്തിൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള പ്രാദേശികമായിട്ടുള്ള എല്ലാ അധികാര സ്ഥാനങ്ങളും, ലോക്കൽ സെൽ ഗവൺമെൻറ് ഉൾപ്പെടെ എല്ലാ അധികാര സ്ഥാനങ്ങളും ചേർന്നതാണ് സ്റ്റേറ്റ്. സിമ്പിൾ അല്ലേടോ? ഇത്ര ഓർമ്മിച്ചോളൂ. ആർട്ടിക്കിൾ 12 ഡിഫൈൻസ് ദി ടേം സ്റ്റേറ്റ്. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 12, സ്റ്റേറ്റ് മീൻസ് ഇന്ത്യ ഗവൺമെൻറ് ആൻഡ് പാർലമെൻറ്റ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആൻഡ് their legislatures and all local or other authorities within India. ഇന്ത്യയിലുള്ള മറ്റ് അതോറിറ്റി എല്ലാം ചേർന്നതാണ് സ്റ്റേറ്റ് എന്ന വാക്ക്. ഓക്കെ അല്ലേ? സിമ്പിളല്ലേ? സിമ്പിളല്ലേ? നോക്കൂ, ഒരൊറ്റ ആർട്ടിക്കിൾ കൂടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലേക്ക് കടക്കാം. ഈ ആർട്ടിക്കിളൂടെ പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ ക്ലാസ് അവസാനിപ്പിക്കാം. അങ്ങനെ ഘട്ടം ഘട്ടമായി നമുക്ക് പഠിക്കാം കേട്ടോ. ആർട്ടിക്കിൾ 13 പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂ പവർ. മുമ്പൊരു ക്ലാസ്സിൽ ഞാൻ ഓർമ്മിപ്പിച്ചതാണ് ജുഡീഷ്യൽ റിവ്യൂ പവർ. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ പവർ? പവർ ഓഫ് കോർട്ട് ടു റിവ്യൂ the law formulated by parliament or state legislative assembly. If such laws are unconstitutional, these can be suspended by the court. Such special power of court is called judicial review power. ഇവിടെ ആർട്ടിക്കിൾ 13 പറയും ജുഡീഷ്യൽ റിവ്യൂ പവറിന് വേറെയും ആർട്ടിക്കിളുകളുണ്ട്. ഇവിടെ 13 മാത്രം നിങ്ങൾ ഓർക്കണം. 13 പറയുന്നത് ഇത്രയേ ഉള്ളൂ: ലോസ് ദാറ്റ് ആർ ഇൻകൺസിസ്റ്റ് വിത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ വൈഡ്. അതായത് ലോസ് ഫോർമുലേറ്റഡ് എഗനിസ്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ വൈഡ്. ഒരിക്കലും നിലനിൽക്കില്ല. മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായി ഒരു നിയമം നിർമ്മിച്ചാൽ ഒരു കാരണവശാലും ആ നിയമത്തിന് നിലനിൽക്കില്ല. കോടതി ഇടപെടും. ജുഡീഷ്യൽ റിവ്യൂ പവറിലൂടെ ആ ലോ സസ്പെൻഡ് ചെയ്യും. അപ്പോൾ ലോ മസ്റ്റ് ബി ഫ്രെയിംഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. മനസ്സിലാകുന്നല്ലോ? ഇഫ് ദി laws are formulated against fundamental rights, such law can be suspended by the court. നിലനിൽക്കൂല, ആ നിയമം നിലനിൽക്കൂല. ആർട്ടിക്കിൾ 13 പറയുന്ന ജുഡീഷ്യൽ റിവ്യൂ പവർ. ദി ഐഡിയ ബോറോഡ് ഫ്രം USA. നമ്മൾ പഠിച്ചതാണ്. അമേരിക്കയിൽ നിന്ന് കടം വാങ്ങിയാണ് ജുഡീഷ്യൽ റിവ്യൂ പവർ എന്നുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനൊരു ഫസ്റ്റ് ഏരിയ എന്നുള്ള നിലയിൽ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ മുതൽ തുടങ്ങിയാണ്. വീണ്ടും അതിനെ ഒരുമിച്ച് നമുക്ക് 32 വരെ പോകാൻ പറ്റില്ല ഒറ്റ ക്ലാസ്സിൽ. നമ്മളൊരു 3-4 ക്ലാസ്സുകളിലായിട്ട് റിട്ട് ഉൾപ്പെടെ തീർക്കുമ്പോൾ ഒരു 4 വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാകും. അങ്ങനെ പഠിക്കുന്നതല്ലേ നല്ലത്? ഞാൻ എല്ലാം കൂടെ ഒരൊറ്റ സ്റ്റെപ്പിൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബോറടി ഉണ്ടാകും. നിങ്ങൾ നിർത്താൻ പറയും. എനിക്ക് കേൾക്കാൻ
പാടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, എൻ്റെ മുഖത്ത് നോക്കി പറയുന്നത് പോലെ ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ട് സാരമില്ല, നമുക്ക് ഘട്ടം ഘട്ടമായി പഠിക്കാം. ഇതുവരെ പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെയാണെങ്കിൽ ഇത് ഭംഗിയായി പഠിച്ചിട്ട് നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തുടങ്ങിയിട്ടില്ല ഇതുവരെ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 14 മുതൽ, അത് ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പം കഥകളി തുടങ്ങിയിട്ടില്ല, കേളി കൊട്ട് കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഉടനെ തന്നെ തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്ന ഉത്തമ വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും ഒരുപാട് മാർക്ക് വാങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന ആ ഒരു ഉദ്യോഗം നേടാൻ ഈ ക്ലാസ്സുകളൊക്കെ, സഹകാരി റൈസ് പ്ലസിൻ്റെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ ക്ലാസ് ഉടനെ തന്നെ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.